ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ 4 മണിക്കാറ്റില് ചവിട്ടുപോട്ട് ചെയ്യാൻ കേട്ടാ. ഹെവൻ വേ ടൗണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ ചേറ്റുവേലുള്ള 4 മണിക്കാറ്റാണ്. നമുക്ക് അവിടുത്തെ കാഴ്ചകൾ പോയി കണ്ടാലോ. ഇവിടെ എൻട്രൻസ് ഫീസ് 10 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബോട്ടിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 50 രൂപ ഈടാക്കിയിട്ടുണ്ട് കേട്ടോ. കാണലില്ലേ, നല്ല കാണലില്ലേ. എന്താണ് സാറിന്റെ അഭിപ്രായം 4 മണിക്കാറ്റ്? പ്രകൃതി രമണീയമായ സുമേഷ് എന്ന് പറയുന്നത് അങ്ങോട്ട് ഫ്രണ്ടാണ് കേട്ടോ. പഴമ നഷ്ടപ്പെടാതിരിക്കാൻ അവർ കയറുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ബോട്ടിങ്ങിനുള്ള പൈസ കേട്ടാ. ഇത് നമ്മുടെ എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ അവിടേക്ക്. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ 4 മണിക്കാറ്റില് ചവിട്ടുപോട്ട് ചെയ്യാൻ കേട്ടാ. ഇതൊക്കെ ഇടുന്ന കാരണം കൊണ്ട് എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എങ്ങടെ തിരിക്ക, നമുക്ക് ഇവിടെ തന്നെ മതി, നമുക്ക് ഇവിടെ തന്നെ മതി. 4 മണിക്കാറ്റിലെ സംഭവം കേട്ടാ. കണ്ടോ ഞങ്ങള് എന്റെ ഏക ഒരു സമാധാനം ജാക്കറ്റ് ഇട്ടുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം കേട്ടോ. സംഭവം പോലെട്ടോ. ഇത് തിരിക്കാനെ വളക്കണൊക്കെ എങ്ങനെ തിരിയണതൊക്കെ പപ്പ തിരിക്കണ്ട. അങ്ങോട്ട് പോണ്ടെന്ന് പറഞ്ഞിട്ടോ ചേട്ടൻ. പാലം അവിടെ കാണാനില്ല, പാലം. വെള്ളൊക്കെ തുടർന്നുണ്ട്. പക്ഷെ ഞാനൊരു തരി അരക്കില്ല, ഞാൻ ബിംബം പോലിരിക്കും. ചവിട്ടിടുന്നുള്ളോ ദൈവമേ. കാറ്റ് നമ്മളെ കൊണ്ടുവന്ന കുറച്ചും കൂടെ നിർത്താൻ കുഴപ്പമില്ല. ഈശോ, നല്ല താഴ്ചണ്ടാവില്ലേ പിന്നെ ചേട്ടാ. ഈശോയെ പിതാവേ, ഇതെന്തിങ്ങനെ നിക്കണേ? അതെ, നിങ്ങളുടെ കയ്യിലാണല്ലോ പരിപാടി. തിരിക്കലും പറക്കില്ല, ഞാൻ ചവിട്ടല് മാത്രമേ ഉള്ളൂ. കണ്ട, എനിക്ക് വെള്ളത്തിൽ തൊടാനും കൂടി പറ്റില്ല, എനിക്ക് എത്തണില്ല. എത്തി. അല്ലാണ്ട് വലിയ വേണ്ട, വെള്ളാണ് വെള്ളം. നീങ്ങാൻ ഭയങ്കര പാട്. കാറ്റ് കാരണമാണോ? ഒരു 5 മിനിറ്റ് നോക്ക്. അതാണതൊന്നും നോക്കണ്ട, അത് അവിടെ കൊണ്ട് ഇടിക്കാണതാ മതി. പിന്നീട് എന്താ ഏതൊക്കെ പോണം? പുല്ലും വെക്കോലൊക്കെ. നമ്മുടെ ഹെവൻ വേ ട്രാവൽ കണ്ട. എന്റെ ജീവിതത്തിലൊക്കെ ഏറ്റവും പേരുള്ള സംഭവങ്ങളാണ് ഞങ്ങളിപ്പോ ചെയ്യണത്. എന്നപ്പോ ആൾക്ക് വർക്കില്ല. അപ്പൊ വർക്കില്ലാണ്ടായപ്പോ ഒന്ന് ഇന്നിറങ്ങാന്ന് വെച്ചു. അങ്ങനെ ഇറങ്ങിയില്ല. അപ്പൊ ഇട ദിവസം വരണതാണ് ശരിക്കും ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് പോകണം നല്ലത്. അപ്പൊ ഞായറാഴ്ച തിരക്കുണ്ടാവില്ല. കണ്ട, അയ്യോ എന്നെ കേരളം. 5 മിനിറ്റ് നിർത്തുന്ന കാലുകൾ തുടങ്ങി. ഈ ബോട്ട് ഇങ്ങോട്ട് വരൂ. ഞാൻ ഇങ്ങോട്ടൊന്നില്ലല്ലോ. ഈശോ, കണ്ട 4 മണിക്കാറ്റാ. അവള് കണ്ട 4 മണിക്കാറ്റ് സംഭവം. ഒരു ഇല പോലും ഇല്ല മരത്തുമ്മ, കായ മാത്രം ഉണ്ട്. നോക്കിയാ മരത്തുമ്മ കുഞ്ഞു മരം.
ഇവിടെ പാർക്കൊക്കെ ഉണ്ടല്ല, ഒരു ഫാമിലിയോട് ഇപ്പൊ തന്നെ വന്നു തുടങ്ങി. ഞാൻ പറയാൻ പറഞ്ഞില്ല, ഞാനിത് ശരിക്കും ജീവള വിചാരിച്ചില്ല. ആ ഞാൻ എങ്ങനെ വിചാരിച്ചേ. ചവിട്ടുപോട്ട് ഇഷ്ടംപോലെ കിടക്കുന്നുണ്ടാ. ഹലോ, അത് പറഞ്ഞ പോയത്. ഹായ്, ഹലോ 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 ഹലോ. ഹലോ ഹലോ ഹലോ. ഇതൊക്കെന്നല്ലേ. ആഹാ അതെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ആ തത്തിരിക്കണേ തത്ത കണ്ട മരത്തുമ്മ. ആ തിരിക്കണ്ടേ? അതെ, ഹെവൻ വേ ട്രാവൽ കണ്ടോ? ബാക്കിലോട്ടാണ് പോണത്. ഏറ്റവും സുഖം ഫ്രണ്ടിലേക്ക് ചവിട്ടുമ്പോഴാണ് ബുദ്ധിമുട്ട്. അതെ, നോക്കട്ടെ. നല്ല സുഖ. വെള്ളം തൊട്ടോട്ടെ, ഞാനേ വെള്ളം തൊട്ടേ. എന്റെ കേരളം നിക്ക് നടുകടലത്ത് നടുകടല നടുക്കായല്. നമ്മൾ നടുവന്തി, ആ നടുവന്തിയില് നമ്മൾ നിക്കണത്. ആ നമ്മള് ശരിക്കും ഇതൊക്കെ എൻജോയ് ചെയ്യണം. നമ്മുടെ എന്താ പറയാ, ഞാനിങ്ങനെയൊക്കെ എല്ലാം പേടിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇറങ്ങുമ്പോ ഭയങ്കര സന്തോഷം. നമ്മൾ ഇറങ്ങിയാൽ തന്നെ നമ്മൾ ഓരോന്നിലേക്ക് ആവുള്ളൂ എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതൊക്കെ നിങ്ങളൊക്കെ കാരണമാണ് കേട്ടാ. കുറച്ച് പേരൊക്കെ എന്റെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സബ്സ്ക്രൈബ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വ്യൂസ് കുറവാണ്. പക്ഷെ എന്നാൽ ആ കുറച്ച് പേര് കാണുന്നുണ്ട്. ആ കാണുന്ന ആൾക്കാരോട് എനിക്ക് പ്രത്യേക താങ്ക്സ് ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവര് കാണുന്ന ആ ഒരു പ്രചോദനമാണ് ഇപ്പൊ എന്നെ ഇതിൽ വെള്ളത്തിലേക്കെങ്കിലും എനിക്ക് ഇങ്ങനെ ഇറങ്ങാൻ പറ്റിയത്. അല്ലെങ്കിൽ ഞാൻ തീരെ ഇറങ്ങില്ല, എനിക്ക് നല്ല ഭയമുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ വന്ന് എനിക്ക് ചെയ്യാൻ പറ്റി. നിങ്ങളെല്ലാവരും കാരണം. എല്ലാവരോടും താങ്ക് യു. ഇതേ നമ്മൾ ബാക്കിയുള്ള ഭാഗം എടുക്കണട്ടാ. ഈ സംഭവത്തോടൊക്കെ നമ്മൾ ഇങ്ങനെ പോണം. ഇതൊക്കെ എന്നിട്ടല്ലേ സംഭവം. കവുങ്ങാണ് ഈ പാലം, കണ്ട കവുങ്ങാണ്. മുള അടിച്ച് ഇതാക്കിയ പിടിക്കണതല്ലേ, ഒരു സ്റ്റാളാണ്. കുട്ടികളുടെ പാർക്ക് ഇട്ടാ അല്ല. 4 മണിക്കാരില് ശരിക്ക് വരണം, എൻജോയ് ചെയ്യണം. ആ അപ്പൊ നിങ്ങളൊക്കെ വരിക, എല്ലാവരും വരിക. നേരം പോകാനായിട്ട് പറ്റിയ സ്ഥലമാണ്. പിന്നെ കുട്ടികളൊക്കെ കൊണ്ടുവരുമ്പോ ശ്രദ്ധിക്കുക. നമ്മുടെ വെള്ളമൊക്കെയാണ് അവിടെ കൊണ്ടുവരുമ്പോ ശ്രദ്ധിക്കുക. എല്ലാം ശ്രദ്ധിക്കുന്ന അറിയാം. അത് ജസ്റ്റ് എന്റെ ഒരു സമാധാനത്തിന് പറഞ്ഞത് മാത്രം. എല്ലാരും വരെ എൻജോയ് ചെയ്യാം. 4 മണിക്കാറ്റ് ട്ടാ. ഇനി അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാട്ടാ. ബൈ ബൈ. ശരിക്ക് കണ്ടൽക്കാടല്ലേ, സിനിമയിലൊക്കെ കാണാൻ പോലെ സംഭവം അല്ലേ. ശരിക്കും വരുമ്പോ കൂടെ നടക്കാം. അതിനാണ് അവര് സെറ്റ് ചെയ്ത് വെച്ചേക്കണ കേട്ടാ. അത് ഇപ്പോഴും പോകണ്ടെന്നാണ് അറിയത്. ആ പോണുണ്ട്. പോണാ കണ്ടൽക്കാട് പോലെട്ടാ. ശരിക്കും വിജനമായിട്ട് ഒക്കെ എടുക്കാണ്. ശരിക്ക് വണ്ടികളുടെ സൗണ്ടുകളൊന്നും ഇല്ലെങ്കിൽ ഒരാൾ പണി ഇങ്ങനെ വിജനമായി കാട്ടിക്കൂടെ പോണ ഒരു ഫീലുണ്ട്. കണ്ടൽക്കാട് പോലൊരു ഫീൽ നമുക്ക് തോന്നും.
ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെല്ലാവരും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.